ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ തിയറിയിൽ പറയുന്നത് ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ആയിട്ടുള്ളതല്ല, എല്ലാത്തിനും ഒരു ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിന് ഒരു ഓർഡർ ഉണ്ടെന്നുള്ളതാണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നത്. ആദ്യമായിട്ട് ആ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ വാൻസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഒന്ന് അവസാനിക്കും തോറും അടുത്തത് ആ പ്ലേസിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വീട് വെക്കണം എന്നായിരിക്കും നമ്മളുടെ ആഗ്രഹം. വീട് വെച്ചതുകൊണ്ട് നമ്മൾ ആഗ്രഹം ഒന്നും തീരില്ല. നമുക്കപ്പോൾ അടുത്തത് വണ്ടി മേടിക്കേണ്ടി വരും. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ആഗ്രഹം വരും. അപ്പൊ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാണ്ട് മനുഷ്യർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ തിയറിയുടെ അസംഷൻ. രണ്ടാമത് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത നീഡ്സിന് മാത്രമേ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് വെച്ചിട്ട് ഒരാളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിത്തരാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യില്ലായിരിക്കും. നിങ്ങൾക്ക് പക്ഷെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അപ്പൊ അവര് വന്ന് അത് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമ്മതിച്ചെന്നിരിക്കും. അപ്പം അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സിന് മാത്രമേ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരുടെ നീഡ്സ് എന്ന് പറയുന്നത് ഒരു ഓർഡറിൽ, ഇമ്പോർട്ടൻസിന്റെ അനുസരിച്ച് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഹൈറാക്കിയിൽ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ പറയുന്നത് ലോവർ നീഡ്സ് സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഹയർ ലെവൽ നീഡ്സ് വരൂ എന്നുള്ളതാണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയാം. അപ്പൊ നമുക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ വിശപ്പ് മാറട്ടെ, വിശപ്പ് മാറിയാൽ മാത്രമാണ് നമ്മൾ അടുത്ത നീഡിനെ കുറിച്ച് ചിന്തിക്കുക എന്നാണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതിലെ നീഡ്സിനെ 4 ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞ് 5 കാറ്റഗറിയിലാണ് നമ്മൾ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നത് നീഡ്സിനെ വീണ്ടും രണ്ടാമതായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും. പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സിനെയാണ് നമ്മൾ പ്രൈമറി നീഡ്സ് എന്ന് പറയാം. നമ്മളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ട് വരുന്ന, നമ്മളെ ജീവൻ സംരക്ഷിക്കാനും നിലനിർത്താനും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പ്രൈമറി നീഡ്സിൽ വരാം. ഈ നീഡ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്, എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന നീഡ്സുകളെയാണ് പ്രൈമറി നീഡ്സ് എന്ന് പറയാം. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിലേക്ക് വേരി ചെയ്തേക്കാം. ഇതിന് പ്രൈമറി നീഡ്സിനായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഫുഡ്, വാട്ടർ, സ്ലീപ്പ് ഇതൊക്കെയാണ്. ഇപ്പൊ ഒരാളുടെ ജീവിതവും നിലനിർത്തിക്കൊണ്ട് പോവാൻ ആവശ്യമായിട്ടുള്ള നീഡ്സിനെയാണ് നമ്മൾ പ്രൈമറി നീഡ്സ് എന്ന് പറയാം. ഫുഡ്, വാട്ടർ, സ്ലീപ്പ് ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? പ്രൈമറി നീഡ്സിന്റെ ഭാഗമാണ്. അടുത്തത് സെക്കൻഡറി നീഡ്സ് ആണ്. നമ്മളെ മൈൻഡും സ്പിരിറ്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നീഡ്സുകളെയാണ് സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നല്ലൊരു ജോലി വേണം, നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതെന്താണ്? സെക്കൻഡറി നീഡ്സ് ആണ്. ഇപ്പം മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ ഇത്രയാണ് പറയുന്നത്. മനുഷ്യരുടെ എല്ലാ നീഡ്സിനും ഒരേ പ്രാധാന്യമല്ല ഉള്ളത്. ഓരോന്നിനും ഇമ്പോർട്ടൻസിന്റെ ബേസിൽ ഒരു ഓർഡർ ഉണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ടെന്നുള്ളതാണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. അതിൽ നീഡ്സിനെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും. പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈമറി നീഡ്സിൽ വരിക. സെക്കൻഡറി നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡും സ്പിരിറ്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നീഡ്സിനെയാണ്. ഇനി മെയിൻ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. 5 ലെവലാണ്, 5 ഓർഡറിലാണ് നമ്മൾ നീഡ് ഹൈറാർക്കി തിയറിയിൽ നീഡ്സ് പറയുന്നത്. അതിന്റെ ഏറ്റവും ബേസിക് ലെവലിലുള്ള നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. നല്ല എയർ, വാട്ടർ, ഫുഡ്, സ്ലീപ്പ് ഇതെല്ലാം എവിടെ വരും? ഫിസിയോളജിക്കൽ നീഡ്സിൽ വരും. ഈ നീഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ജീവിക്കാൻ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരാം.
അടുത്തത് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വീട് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കാം, നമ്മുടെ ജോലിക്ക് സ്ഥിരത ഉണ്ടാവുക, നല്ല ആരോഗ്യം ഉണ്ടാവുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി നമ്മൾ എല്ലാ കാര്യത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യും. ഇതിനെയാണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയാം. എല്ലാ തരത്തിലുമുള്ള ഒരു സേഫ്റ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ടായിരിക്കാം, നമ്മളെ ജോലിക്കൊരു സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതായിരിക്കാം, നല്ല ആരോഗ്യം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെ വരും? സേഫ്റ്റി നീഡ്സിൽ വരും. മൂന്നാമതായിട്ട് പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് ആണ്. നമ്മളെ സേഫ്റ്റി നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലുള്ളതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാൻ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ, നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഈ നീഡ്സിനെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. ഒറ്റപ്പെടാതെ ഒരു കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവോ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാനും അവിടെ നമ്മൾ അംഗീകരിക്കപ്പെടാനൊക്കെ തോന്നുന്നതിനെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ബിലോങ്ങിങ്നെസ് നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയാം. നമുക്ക് നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ പറ്റുക, നമ്മൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം, നമുക്ക് നമ്മളുടെ തന്നെ വെർത്ത്, നമ്മുടെ തന്നെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയാം. മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയുക, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? എസ്റ്റീം നീഡ്സിന്റെ ഭാഗമാണ്. നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കണം, മറ്റുള്ളവരെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് എസ്റ്റീം നീഡ്സിന്റെ ഭാഗമായിട്ട് വരാം. നെക്സ്റ്റ് വൺ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള നീഡ്സ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയാം. ഒരാൾക്കാവാൻ പറ്റുന്നതിന്റെ ഏറ്റവും മാക്സിമത്തിൽ എത്തുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയാം. ഒരാൾക്ക് എന്തൊക്കെയാകാൻ പറ്റുമോ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലെ ഫിസിയോളജിക്കൽ നീഡ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ എക്സെട്ര ഇതൊക്കെയാണ് വരിക. ഇനി സേഫ്റ്റി നീഡ്സ് ആണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുക, നമ്മളെ ജോലിക്ക് സ്ഥിരത ഉണ്ടാവുക, പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ടാവുക, ഇതൊക്കെയാണ് വരിക. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിലാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക, ലവ് ഉണ്ടായിരിക്കുക, ബാക്കിയുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. എസ്റ്റീം നീഡ്സിന്റെ ഭാഗമാണെങ്കിൽ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുക, നമുക്കൊരു സ്റ്റാറ്റസ് കിട്ടുക, നമ്മളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുക, ഇതെല്ലാം എസ്റ്റീം നീഡ്സിന്റെ എക്സാമ്പിൾ ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കാവാൻ പറ്റുന്നതിന്റെ ഏറ്റവും എക്സ്റ്റെൻഡിൽ നമ്മളായി തീരുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയാം. ഇപ്പൊ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ ഇത്രയാണ് പറയുന്നത്. ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയല്ല, അതിനൊരു ഓർഡർ ഉണ്ടെന്നുള്ളതാണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. അതിൽ 5 നീഡ്സ് ആണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ബേസിക് കാര്യങ്ങളെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, നല്ല വായു വേണം, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമുക്ക് ജീവിതം ആയിട്ട് മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. സേഫ്റ്റി നീഡ്സിൽ വരിക പ്രൊട്ടക്ഷൻ ആണ്, സെക്യൂരിറ്റി ആണ്. ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്കൊരു സേഫ്റ്റി ഉണ്ടായിരിക്കുക, നല്ല ജോലിക്ക് സ്ഥിരത ഉണ്ടാവുക, നല്ല ആരോഗ്യം ഉണ്ടാവുക, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുക, ഇതെല്ലാം സേഫ്റ്റി നീഡ്സിന്റെ ഭാഗമാണ്. ഇത് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയാം. ഇതിൽ പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാനും നമ്മളെ എല്ലാവരും സ്നേഹിക്കാനൊക്കെ തോന്നുന്നതിന്, നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാനും നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവാൻ വിചാരിക്കുന്നതിനെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് എസ്റ്റീം നീഡ്സ് ആണ്. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തു എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്ക് തോന്നുക, നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ സ്വന്തം റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ എസ്റ്റീം നീഡ്സിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയാം. ലാസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ളത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഒരാൾക്കാവാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയി തീരുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയാം. ഇനി ഇതിന് ഡെഫിഷ്യൻസി നീഡ്സ് എന്നും
ഗ്രോത്ത് നീഡ്സ് എന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയാം. ഫിസിയോളജിക്കൽ നീഡ്സും സെക്യൂരിറ്റി നീഡ്സും അതുപോലെ തന്നെ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്സും ഡെഫിഷ്യൻസി നീഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഗ്രോത്ത് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവലിലേക്ക് വരുന്ന നീഡ്സിനെയാണ് നമ്മൾ ഗ്രോത്ത് നീഡ്സ് എന്ന് പറയാം. ഇപ്പൊ ലോവർ ലെവലിലുള്ളതിന് ഡെഫിഷ്യൻസി നീഡ്സ് എന്നും ഹയർ ലെവലിലേക്ക് വരുന്ന നീഡ്സിനെ നമ്മൾ ഗ്രോത്ത് നീഡ്സ് എന്നുമാണ് പറയാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.